ഹലോ ഗൈസ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ തിരികെ കമലേശ്വരത്തേക്ക് വരികയാണ്. അപ്പൊ കാർ അവിടെ മുറ്റത്ത് നിർത്തുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, താൻ പതുക്കെ സാവകാശം ഇറങ്ങിയാൽ മതി, അവര് കുറച്ചുകൂടെ ഒന്ന് സന്തോഷിച്ചോട്ടെ, എന്നിട്ട് അവർക്ക് ഇടിവെട്ടേറ്റ പോലെ ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ശരി കണ്ണേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം കണ്ണൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര സങ്കടം അഭിനയിക്കുവാണ്. അയ്യോ, മഹിക്ക് എന്ത് പറ്റി, അവക്ക് എന്ത് പറ്റി, അവളെ നീ അന്വേഷിച്ചില്ലേ കണ്ണാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മഞ്ജു ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിനെ പറ്റി വല്ല വിവരം അറിഞ്ഞോ എന്നൊക്കെ നമ്മുടെ മഞ്ജുവും ചോദിക്കുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, അറിഞ്ഞല്ലോ, ഞാൻ അനന്തുവിന്റെ വീട്ടിൽ നിന്നും പോന്നപ്പോൾ എന്റെ കൂടെ കാറിലുണ്ടായിരുന്നു, ഇനി ഇപ്പോഴെങ്ങാനും ഇറങ്ങി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ ഇവരെങ്ങാനും പ്ലിങ്കം പറഞ്ഞ് നിൽക്കുന്നുണ്ടേ, ഇവൻ എന്തൊക്കെ തേങ്ങയാണ് ഈ പറയുന്നതെന്നുള്ള രീതിയില്. അതിനുശേഷമാണ് നമ്മുടെ മഹാലക്ഷ്മി കാറിൽ നിന്നും ഇറങ്ങിയ ഒരു മാസ് എൻട്രി തന്നെ നടത്തുന്നത് കേട്ടോ. ഇവരൊക്കെ അപ്പൊ കണ്ണ് തള്ളി നിൽക്കുവാട്ടോ. അപ്പൊ നമ്മുടെ കണ്ണനാണെങ്കിൽ ഈ പതിവ് രംഗങ്ങൾ കണ്ട് ആകപ്പാടെ എന്താ പറയാ ശീലായി. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഇവിടെ പതിവാണല്ലേ, ഇയാളെ കുറച്ചു നേരത്തേക്ക് കാണാതാവും, നിങ്ങൾ ഇവിടെ പടക്കം പൊട്ടിച്ചും പായസം വെച്ചൊക്കെ ആഘോഷിക്കും, പിന്നെ ഇയാൾ തിരിച്ചു വരും, നിങ്ങൾ നിരാശപ്പെടും, ഇത് തന്നെയാണല്ലോ ഇവിടുത്തെ ശീലം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൻ അവരെ കളിയാക്കിയൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ദുർഗാമ്മ ഒന്നും അറിയാത്ത പോലെ, നീ എന്താടാ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങൾ ഇവിടെ ഇവളെ കാണാത്തിന്റെ സങ്കടത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, ഉവ്വ ഉവ്വ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് മുറിയിലേക്ക് പോകുന്നുണ്ടേ. അപ്പൊ തന്നെ ദുർഗാമ്മ പറയുന്നുണ്ട്, ഓ ഇവള് എന്തൊരു ജന്മം, എങ്ങനെയൊക്കെ കൊന്നെറിഞ്ഞിട്ട് പോലും തിരിച്ചു വരികയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട്. ശേഷം ഒരു മുറി ചെന്നതിന് പിന്നാലെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണനോട് പറയുക, ഇനി ഒട്ടും വൈകിപ്പിക്കരുത് കണ്ണേട്ടാ, നമുക്ക് എത്രയും പെട്ടെന്ന് തോമസ് വൈദ്യരുടെ അടുത്തേക്ക് പോകണം, ഇവിടുത്തെ ഫിനാൻസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, കണ്ണേട്ടൻ എന്തായാലും അവിടുത്തെ ചികിത്സ മുടക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഏകദേശം ഉറപ്പായി മഹി, അവിടെ ചെന്നാൽ എനിക്ക് മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പൊ എത്രയും വേഗം കാണാൻ നടക്കും എന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുവേ. അപ്പൊ നമ്മുടെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രതാപൻ നമ്മുടെ വാമദേവനെ കണ്ടു പറയുന്നുണ്ട്, ഓ അവളുടെ എന്തൊരു ജാതകമാണ്, അവളുടെ ചുറ്റിനും സംരക്ഷണ വലയം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, അവളെ തൊടാൻ പോലും സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവര് തമ്മിൽ ഇങ്ങനെ മുട്ടൻ ചർച്ചയാണേ. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മേഘനാഥം വന്ന് നമ്മുടെ അച്ഛൻ വാമദേവനോട് പറയുന്നുണ്ട്, ഇനി ഞാൻ തീർക്കാൻ പോവുകയാണ്, അവളെ അല്ല കണ്ണനെ ആയിരിക്കും ഞാൻ തീർക്കാൻ പോകുന്നത്, അച്ഛൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു രംഗങ്ങളിലാട്ടോ കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും, നമ്മുടെ കണ്ണനെ രക്ഷിക്കാനും ഇതുപോലെ വല്ല അയ്യപ്പ സ്വാമിയോ ദേവിയോ ആരെങ്കിലും ഒക്കെ എത്തുമോ, അല്ലെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി തന്നെ കണ്ണനെ രക്ഷിക്കുമോ, എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്, കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.